സംക്രമണ മൂലകങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ആദ്യത്തേത് എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. അടുത്തത് എല്ലാ സംക്രമണ മൂലകങ്ങളും നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ സംക്രമണ മൂലകങ്ങളും നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ സംക്രമണ മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. എല്ലാ സംക്രമണ മൂലകങ്ങളും സംയുക്തങ്ങളും ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നു. മുക്തകത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ് മുക്തകം. സ്വയം പൂർണ്ണമായ ആശയങ്ങളോട് കൂടിയ ഒറ്റ ശ്ലോകമാണ് മുക്തകം എന്നറിയപ്പെടുന്നത്. മുക്തകത്തിന് അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മുക്തകത്തിന് അക്ഷരശ്ലോകവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. വാംഖഡയുടെ ഹൃദയത്തുടിപ്പുകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് കായിക ഫീച്ചറാണ്. വാംഖഡയുടെ ഹൃദയത്തുടിപ്പുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത് അതൊരു കായിക ഫീച്ചറാണ്. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. കേരളത്തിലെ പ്രാചീന കലകൾ എന്ന പുസ്തകം രചിച്ചത് പ്രൊഫസർ അമ്പലപ്പുഴ രാമവർമ്മ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത് 1995 ജൂൺ 28-നാണ്. കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം ചെറുക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിന് കേരള എക്സൈസ് വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ഉണർവ്. ഉണർവ് എന്നൊരു പദ്ധതി നടപ്പാക്കുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. അതെന്തിനു വേണ്ടിയാണ്? കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം ചെറുക്കുന്നതിനുള്ള മാർഗമെന്ന നിലയിൽ ലഹരിക്കെതിരെ കായിക ലഹരി എന്ന ആശയം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരള എക്സൈസ് വകുപ്പ് സ്കൂൾ തലത്തിൽ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് ഉണർവ്. വിവരസാങ്കേതിക വിദ്യാ നിയമത്തിന്റെ 78-ാം വകുപ്പ് പ്രകാരം ആ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത അല്ലെങ്കിൽ ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിന്റെ 78-ാം വകുപ്പ് പ്രകാരം ആ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള വ്യക്തി ഇൻസ്പെക്ടർ റാങ്കിൽ താഴെയല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് സർ ജോസഫ് നോയൽ പാറ്റൺ ആണ്. അദ്ദേഹം ഒരു സ്കോട്ടിഷ് ആർട്ടിസ്റ്റാണ്. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ച സർ ജോസഫ് നോയൽ പാറ്റൺ ആണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 15-മനാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 15-മൻ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 15-മനാണ്. ലൈഫ് വീക്ക്ലി ബന്ധപ്പെട്ടിരിക്കുന്നത് സാവോ താവോ ഫെൻ. ലൈഫ് വീക്ക്ലിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സാവോ താവോ ഫെൻ. ഇനി ഗ്രാവിറ്റി അനോമലിയെ കുറിച്ചുള്ള പ്രസ്താവനകളാണ്. ശരിയായ പ്രസ്താവനകളാണ്. ഗ്രാവിറ്റി അനോമലിയെ കുറിച്ചാണ്. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൗമ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൗമ കേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകമാണ് പാംഗോങ്സോ തടാകം. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകമാണ് പാംഗോങ്സോ തടാകം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. 2025 ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാജ്യം സൊമാലിയ. 2025 ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാജ്യമാണ് സൊമാലിയ. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ് ആണ്.
ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മഹലനോബിസ് ആണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നം ആനയാണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ആന. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. പ്രത്യുത്ഥാനം പദ്ധതി എന്ന് പറയുന്നത് 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതിയാണ് പ്രത്യുത്ഥാനം പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? രണ്ട് പദ്ധതികളാണ്, സല്ലാപം അതുപോലെ മന്ദഹാസം. ഇത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളാണ്. ഇത് സമൂഹത്തിലെ ഏത് വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള, വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മന്ദഹാസം, സല്ലാപം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയം. 15 മുതൽ 35 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയം. ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഹ്യൂമൻ കൊറിയോണിക് ഗോണോട്രോപ്പിൻ. ഹ്യൂമൻ കൊറിയോണിക് ഗോണോട്രോപ്പിൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരിയാണ് റൈനോ വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗകാരി റൈനോ വൈറസ് ആണ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കമാണ് ഗൗട്ട്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കമാണ് ഗൗട്ട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യം അടങ്ങിയതുമായ മലിനജലമാണ് ബ്ലാക്ക് വാട്ടർ. ബ്ലാക്ക് വാട്ടർ എന്നറിയപ്പെടുന്നത് ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യം അടങ്ങിയതുമായ മലിനജലമാണ് ബ്ലാക്ക് വാട്ടർ.